മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് ഇന്ന് നോക്കാൻ പോകുന്നത് എന്തോ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വരാൻ പോകുന്ന ഒരു ഫീലിംഗ്, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വരാൻ പോകുന്നുണ്ടോ ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ? ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം. സോറി, ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, കാർഡ്സ് നമ്മളോട് എന്താ പറയുന്ന കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടി? എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഹെറഫൻ്റ് ആണ്, കിങ് ഓഫ് വാൻഡ്സ്, ഡെത്ത് കാർഡ്, പേജ് ഓഫ് കപ്സ് ആൻഡ് Two of Swords. ഓക്കെ, സ്പെഷ്യലായിട്ട് വരാൻ പോകുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഒരു റീബർത്ത് എന്ന് വിളിക്കാം, നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ചിലത് ഉപേക്ഷിച്ച് കളയുന്ന ഒരു കാര്യമാണ് വരുന്നത്. അതെന്തുകൊണ്ടാണ് അത് സ്പെഷ്യൽ അല്ലെങ്കിൽ നല്ലത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറയാം. ചില വേദനകൾ, ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, അതിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ ജോലി, അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കാം, ജോലി ആയിരിക്കാം, എവിടെയോ നിങ്ങളെ വാല്യൂ ചെയ്യാത്ത കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നതായിരിക്കാം. റിലേഷൻഷിപ്പ് എന്നായിരിക്കാം, ഒരു വാക്കിംഗ് അവയാണ് എനിക്ക് കാണുന്നത്. ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഡെത്ത് കാർഡും വന്നിരുന്നു. ഡെത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലിറ്ററൽ ഡെത്ത് അല്ല, ഒരിക്കലും അങ്ങനെ എടുക്കില്ല നമ്മൾ. അതല്ല ഇവിടെ നമ്മൾ പറയുന്ന, കൂടുതലും മെജോറിറ്റി നമ്മൾ പറയുന്നത് ഒരു മാറ്റത്തിന്റെ കാര്യമാണ്, ട്രാൻസ്ഫോർമേഷന്റെ കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളിൽ വരുന്ന മാറ്റമായിരിക്കാം, നിങ്ങളിൽ വരുന്ന ഗ്രോത്ത് ആയിരിക്കാം. നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിയെടുക്കുകയാണ് നിങ്ങളിൽ തന്നെ. ഓക്കെ, അതായത് നിങ്ങളുടെ സ്വഭാവങ്ങളായിരിക്കാം, ചില ശീലങ്ങളായിരിക്കാം, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില ശീലങ്ങളുമായിരിക്കാം ഇത്. ഓക്കെ, ഈവൻ അങ്ങനെയും പറയാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. സോ നിങ്ങൾക്ക് നല്ലതല്ല എന്നറിയുന്ന കാര്യങ്ങൾ, അതിപ്പോ ഒരു ജോലി, ഒരു വ്യക്തി, ഒരു എന്തെങ്കിലും ഒരു സ്ഥലം, ഒരു ലൈക്ക് ആരായാലും ശരി. ഓക്കെ, റിലേഷൻഷിപ്സിലായാലും ശരി, ഫാമിലിയിലായാലും ശരി, ഫ്രണ്ട്സിലായാലും ശരി, നിങ്ങൾക്ക് നല്ലതല്ല എന്നറിയുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ശീലങ്ങൾ, സ്വഭാവങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, രാവിലെ എഴുന്നേക്കാൻ മടിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനത്തെ കാര്യം, ചിലപ്പോൾ ഓവർ ഈറ്റിംഗ്, ചിലപ്പോൾ നമ്മൾ അത് അറിയാതെ ചെയ്തു പോകും അല്ലേ. ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ഫുഡിൻ്റെ ഒരു ക്രേവിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്കറിയാം, സ്വീറ്റ്, മേ ബി ചിലപ്പോൾ നിങ്ങൾ സ്വീറ്റ് ഒരുപാട് കഴിക്കുന്ന വ്യക്തി, അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ. കാരണം നിങ്ങൾ ഒരുപാട് പേര് കാണുന്നതാണ്. സോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഞാൻ കുറച്ച് പോയിന്റ്സ് എടുത്ത് പറയാം. നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയുന്ന കാര്യം, ചിലപ്പോൾ നിങ്ങളെ ബാക്ക് സ്റ്റാബിങ് കിട്ടി കാണാം, നിങ്ങളെ ആരെങ്കിലും ചതിച്ച് കാണാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു ശരിക്കും ബാക്ക് സ്റ്റാബിങ് എനർജിയാണ്, നിങ്ങൾ വല്ലാതെ വേദനിച്ച ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ഇത് മോസ്റ്റ്ലി ഇതാണ്, ബട്ട് ഞാൻ മറ്റുള്ള ചെറുതും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സോ ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റാബിങ് സ്ഥലത്ത് നിന്ന്, അതായത് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ ഒരു വ്യക്തിയായിരിക്കാം, കുറേ വ്യക്തികളായിരിക്കാം, ഒരു സ്ഥാപനമായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ ചതിക്കപ്പെട്ടു, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ ആരെങ്കിലും മാനിച്ചില്ല, നിങ്ങളുടെ പിന്നിൽ നിന്ന് പലതും കളിച്ചു, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന്, അങ്ങനത്തെ ഒരു ഇടത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട്. നിങ്ങൾ ആ ധൈര്യം നിങ്ങൾ കൊണ്ടുവരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, എപ്പോഴും നമ്മൾ വിചാരിക്കും പോട്ടെ, അവസരം കൊടുക്കാം, ഇനിയും ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ, കുറച്ചുകൂടി ശ്രമിച്ചു നോക്കിയാലോ, ശരിയായാലോ, അല്ലെങ്കിൽ പോട്ടെ, അവർക്കും എന്തെങ്കിലും റീസൺ ഉണ്ടാവും, അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കും, അവർ ചെയ്തതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. അങ്ങനെ പലതും നമ്മൾ ചെയ്ത് പോട്ടെ കുറച്ചുകൂടി, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടാണ് ഇവിടെ. ചിലപ്പോൾ നമ്മൾ ഈ വേദനയുണ്ടല്ലോ, അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ബട്ട് അതിനെ നമ്മൾ വിട്ട് കളയാൻ തയ്യാറാവില്ല. ബിക്കോസ് എന്താ, നമ്മൾ കുറേ ആയിട്ട് അതിൽ ഇരിക്കുന്നതായിരിക്കും. നമുക്ക് തോന്നും, ഓക്കെ, എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ, ജോലി ഇപ്പോൾ ഓഫീസാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കും, ഞാൻ ഈ ഓഫീസിൽ എത്ര കാലമായി ചെയ്യുന്നു, ഇനി വേറെ എവിടെയെങ്കിലും പുതിയത് പോയാൽ ഇനിയിപ്പോൾ എന്താവും അറിയില്ല, പോട്ടെ ഇവിടെ തൽക്കാലം സഹിച്ചു നിൽക്കാം എന്ന് വിചാരിക്കും. ഫാമിലിയിലായിരിക്കാം, ബന്ധങ്ങളിലായിരിക്കാം, നിങ്ങൾക്കറിയാം അവിടെ നല്ലതല്ല ആ ബന്ധം. ഓക്കെ, നല്ലതല്ല ആ ബന്ധം. അപ്പം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും എപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ വിചാരിക്കില്ല, എനിക്കിപ്പോൾ ഇത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, ഇവിടെ വേറെ എവിടെയെങ്കിലും ഞാൻ പോയിട്ട് എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പറ്റുക, എനിക്ക് എങ്ങനെ ഞാൻ ജീവിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ വിട്ടു പോയാലും ഞാൻ എവിടെ പോകും, എന്ത് ചെയ്യും, അപ്പം നമ്മൾ എന്താവും സഹിച്ച് നിൽക്കും ചിലപ്പോൾ. സോ അത് ഒരു ധൈര്യമില്ലായ്മ എന്ന് പറയുന്നില്ല. ഓക്കെ, പക്ഷെ നമ്മൾ തനിച്ചായി പോവോ എന്നുള്ള പേടി. ഓക്കെ, അല്ലെങ്കിൽ ഇത് വിട്ടുകളഞ്ഞാൽ വേറെ എന്താവും എന്നുള്ള പേടി.
അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ഒന്ന് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ബട്ട് ഇപ്പം എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ആ ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ പോവാണ്, നിങ്ങൾ ആ ധൈര്യം നിങ്ങൾ കൊണ്ടുവരാൻ പോവാണ്. ബിക്കോസ് നിങ്ങൾ തിരിച്ചറിയും ഇനി ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന രീതിക്ക്. ഓക്കെ, അവസാനം നമ്മൾ പറയില്ലേ, അത്രയും കുത്തേറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും, അവസാനം നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരവസ്ഥ വരും. ഓക്കെ, അങ്ങനെ ആ ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരുന്നതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അത് വളരെ നല്ലതാണ്. ബിക്കോസ് ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഇവിടെ വാക്കിംഗ് അവേ ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് വേറെ മാറ്റങ്ങൾ എന്താ നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ വേറെ നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു. നിങ്ങൾക്ക് പറ്റാത്തത്, നിങ്ങളെ വേദനിപ്പിക്കുന്നത്, നിങ്ങളുടെ നല്ലതല്ലാത്തത് നിങ്ങൾ വിട്ടുകളയാണ്. ഓക്കെ, അതിനെ വിട്ടാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഹൈറോഫന്റ് ഉണ്ട്. ഹൈറോഫന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് എടുക്കാം. ഒന്നുമില്ല, ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവാം, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവാം, മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടാവാം. എൻ്റെ ഇവിടെ നമ്പർ 5 ആണിത്. സോ ചേഞ്ച് ആണ്, മാറ്റം. ഓക്കെ, അഗൈൻ ഇവിടെയും നമ്മൾ വിട്ടുപോകുന്ന കാര്യമാണ്. സോ ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പവർ തിരിച്ചറിയുന്നതായിട്ടാണ് ഇവിടെ. കിങ് ഓഫ് വാൻസ് ആണ്. സോ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്വയം നിങ്ങളുടെ കഴിവൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ആൻഡ് അത് വളരെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കൊണ്ടുവരും. ഡോണ്ട് വറി. ഓക്കെ, ഈ ഒരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇത് നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു ട്രാൻസ്ഫോർമേഷനാണ് കൊണ്ടുവരാൻ പോകുന്നത്. കിങ് ഓഫ് വാൻസ് എനർജി വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കഴിവുകളുണ്ട് എന്ന് പറയും, നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ അറിയാം, നിങ്ങൾ എല്ലാവരും കെയർ ചെയ്യുന്ന വ്യക്തി എല്ലാമാണ്. ഓക്കെ, ആൻഡ് പ്ലസ് നിങ്ങൾക്ക് ടാലൻസ് ഉണ്ടാവും, നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകൾ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്ലെസ്സിങ്സ് ഉണ്ട്. ഹൈറോഫന്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം ഇത്. ഓക്കെ, ഒരു സ്പിരിച്വൽ അവയർനെസ് ആയിരിക്കാം. കാരണം ഡെത്ത്, ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ നമ്മളൊരു സ്പിരിച്വൽ ഗ്രോത്തിന്റെ കാര്യം കൂടി പറയും. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം വിട്ടുകൊടുത്തത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് സഹിച്ചു നിന്ന്, അങ്ങനെയൊക്കെ നിങ്ങളെന്തോ ആ പേടി, നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാതെ നിൽക്കുക. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങൾ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എന്തെങ്കിലും ഗ്രൂപ്പ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ സപ്പോർട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുമെന്ന് പറയാം. അത് മാത്രമല്ല, മേ ബി നിങ്ങൾ വല്ലതും ഗ്രൂപ്പ്സ് ഒക്കെ ജോയിൻ ചെയ്ത് നമ്മൾ സ്പിരിച്വൽ ആയിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ പഠിക്കാനോ അങ്ങനെയൊക്കെ ചിലവർ ചെയ്യുന്നുണ്ടാവാം. പേജ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, ഒരു ന്യൂസ് വരുന്ന പോലെയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഇത് ശരിക്കും പേജ് ഓഫ് കപ്സ് ഒരു പുതിയ തുടക്കത്തിന്റെ കാര്യം നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ എന്തോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സോ യെസ്, ഇവിടെ എല്ലാം നിങ്ങൾ വിട്ടുപോകണം അല്ലേ, പഴയതിനെ നിങ്ങൾ വിട്ടുകളയാണ്, നിങ്ങളുടെ ചിന്താഗതിയായിരിക്കാം. ഓക്കെ, അതിനെയും വിട്ടുകളയുന്ന. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അല്ലെങ്കിൽ ജോലി മാറും അങ്ങനെയല്ലല്ലോ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ചിന്താഗതികൾ മാറുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കും ഇല്ലേ, ഇനി ഞാൻ ബോൾഡായിട്ട് എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ നിൽക്കും, മറ്റുള്ളവരെ മുമ്പിൽ ഞാൻ അങ്ങനെ എപ്പോഴും താണുകൊടുത്ത് അല്ലെങ്കിൽ എപ്പോഴും എന്നെ വിലയില്ലാത്ത അവിടെ ഞാൻ അങ്ങനെ നിൽക്കില്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ബട്ട് ഇവിടെ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് ഒരു മെസ്സേജ് വരുന്നതായിട്ട് പറയാം. എനിക്ക് മേ ബി പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ന്യൂ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങൾ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ പറയില്ലേ, ഇങ്ങനെ പെടുത്തി ഇങ്ങനെ വെച്ച് നിൽക്കുന്ന ഈ സോഡ്സ് ഒക്കെ നോക്കും, ഇതിലിങ്ങനെ കുത്തി നോക്കും, എല്ലാം ഒരു ഇത്രയും ഒരാള് മേലെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഫുൾ എന്താ പറയുക, അമ്പ് തറച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ഏൽക്കുമ്പോൾ എത്ര ഒരു വിഷമുള്ള ഒരു സമയമാണെന്ന് ആലോചിച്ച് നോക്കും. അതിൽ നിന്നാണ് നിങ്ങൾ പുറത്ത് വരുന്നത്. പക്ഷെ പുറത്ത് വരുന്ന കാർഡ് നോക്കും എത്ര ബ്രൈറ്റാണ്. അപ്പോൾ അതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഗ്ലോ അപ്പ് നിങ്ങളാണ് ആക്ച്വലി ഷൈൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മാറ്റമാണ് ഇവിടെ. ആൻഡ് ഇവിടെ 2 ഓഫ് സോർഡ്സ് ഉണ്ട്. യെസ്, നിങ്ങൾക്ക് കുറച്ചൊരു തീരുമാനമെടുക്കേണ്ട ഒരു ഫേസ് നിങ്ങൾ വരും, ഒരു സമയം വരും. അത് മേ ബി ഇതായിരിക്കാം. എന്നിട്ട് വിട്ടു പോകണോ, ഞാനിവിടെ ഇനി നിൽക്കണോ, ഇനി അവസരം കൊടുക്കണോ, അതോ ഞാൻ പിന്നിൽ ഉപേക്ഷിച്ച് ഞാൻ ഇതിനെ വിട്ട് കളഞ്ഞ് മാറിപ്പോകണോ എന്ന രീതിക്കുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ വരും. ഓക്കെ, ബട്ട് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കൂ. നിങ്ങളുടെ മുമ്പിൽ എല്ലാം കാണും, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഓക്കെ, ബട്ട് ഇവിടെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, കണ്ണ് കെട്ടി മേ ബി ഒരു റിസ്ക് എടുത്തിട്ടായാലും എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്നതായിരിക്കും. അങ്ങനെയും തോന്നി എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാർഡ് പ്രകാരം. പക്ഷേ 2 ഓഫ് സോർഡ്സ് നമ്മൾ പറയുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടാവും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിലയിൽ നമ്മൾ നിൽക്കും, ഒരുപാട് വീണ്ടും അവസരം കൊടുത്തിട്ടൊക്കെ നമ്മൾ നിൽക്കും. അപ്പോൾ അവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കണ്ണ് തുറന്ന് എല്ലാം കാണൂ എന്നാണ് പറയുന്നത്. ഓക്കെ,
എന്നാലേ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ആക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങളിപ്പോൾ ആരെങ്കിലും വേദനിപ്പിച്ചു, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഐ തിങ്ക് അവിടെ നിൽക്കുന്നത്. സോ ഇനി ഫേസ് റിയാലിറ്റി എന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. ഓക്കെ, ആ റിയാലിറ്റിയെ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കി അതിനെ അക്സെപ്റ്റ് ചെയ്ത് എന്താ പറയുക, നിങ്ങൾ ഡിസിഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് നല്ലത്, ഏതാ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനമെടുക്കാം. ഓക്കെ, പുറത്തു വരാനാണ് പറയുന്നത് നിങ്ങളോട്. ഈ പെട്ട് നിൽക്കുന്നതിൽ നിങ്ങൾ പുറത്തു വരാം. നിങ്ങൾക്ക് ഫീലിംഗ് ആയിരുന്നു ഇതുവരെ. യെസ്, 3 of Swords ഒക്കെ. നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ലൈഫിൽ നിന്ന്. അതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നത് നിങ്ങളോട്. പക്ഷെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം. ആ സ്റ്റെപ്പ് നിങ്ങൾ ഈ ഒരു വാക്കിംഗ് അവേ ആണ്. ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ആ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ നിങ്ങൾ ധൈര്യം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് ഇവിടെ യൂണിവേഴ്സ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളിങ്ങനെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും പെട്ട് നിൽക്കുന്നതല്ല, അത് മനസ്സിൽ തോന്നുന്നതാണ്. യു ഹാവ് ദ പവർ. അത് മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട്. ഓക്കെ, ഒരിക്കലും ആർക്കും നിങ്ങൾ ഒരിക്കൽ ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ തടയാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കാം. ഓക്കെ, അതിനിവിടെ കിങ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട് ബോട്ടം. യെസ്, അപ്പം നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്ന് കാണാം. കുറച്ച് പേർക്ക് മേ ബി ഫൈനാൻഷ്യലി നിങ്ങൾ ജോലി മാറുന്ന വല്ല കാര്യങ്ങളാണെങ്കിൽ വേറെ നല്ല ബെറ്റർ ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. പക്ഷെ എന്താണ് ഈ ഒരു മാറ്റം? ഓക്കെ, ആ സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എടുക്കണം. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ അവസരം തരും, വിട്ടുപോകാൻ ഒരു അവസരം, അല്ലെങ്കിൽ മാറിപ്പോവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആ തീരുമാനം നിങ്ങൾ അന്ന് ആ സമയത്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്യും. അതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവുമോ വോക്കവേ ചെയ്യാൻ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. കൊണ്ടുവരാം, സ്ട്രെങ്ത് കൊണ്ടുവരാം. യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കാം. You are good enough. Trust വയ്ക്കൂ. Conclusions are within reach. ഓക്കെ, ആൻഡ് ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്കൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് മേ ബി ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ കാണുന്നുണ്ട് മേ ബി. ഓക്കെ, പറയാം. ഓക്കെ, എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം. തീരുമാനം എടുക്കേണ്ട സമയം വരുന്നുണ്ട്, അതാ പറയുന്നത്. ഫിയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. ഓക്കെ, ശരി. ഓക്കെ, തീരുമാനം എടുക്കേണ്ട സമയമാണ് വരുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് ഒരു അവസരം കൊണ്ടുവന്ന് തരും. ഓക്കെ, ഡിസൈഡ് ചെയ്യൂ. ഇനിയും നിങ്ങൾ സഹിച്ച് നിൽക്കുമോ, അതോ നിങ്ങൾ ഇനി വിട്ടു മാറിപ്പോവോ, അതോ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇനി എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. ഓക്കെ, ആ ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. ഓക്കെ, കുറച്ചൊരു നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബിക്കോസ് അവിടെ ഈ ഒരു ഫൈറ്റ് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, മേ ബി ആരോടെങ്കിലും ഫൈറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം. സോ ആ ഒരു അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ ആ സമയത്ത് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ്. ഫിയറി ക്ലൈമാക്സ്. എന്തായാലും ഒരു തീരുമാനം വരും യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. ഒരു യൂണിവേഴ്സ് എന്താണെന്ന് വെച്ചാൽ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ കൂടി ഒരു ആക്ഷൻ എടുക്കാനുണ്ട്. ഓക്കെ, ആൻഡ് എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം. ഇത് വളരെ ഫാസ്റ്റ് അപ്രോച്ചിങ് ആണ്, പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട്. വാക്സിംഗ് മൂണാണ്, ഫുൾ മൂൺ ഇൻ ഏരീസ്. ഓക്കെ, ഇവിടെ 3 ഫുൾ മൂൺ വന്നിട്ടുണ്ട്, ഒരു ന്യൂ മൂൺ ഉണ്ട്. ടൈം പ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പം എന്താ കടന്നുപോയത്? മറന്നുപോയല്ലോ, എന്തൊരു കഷ്ടം. ഐ തിങ്ക് ഫുൾ മൂൺ ആയിരുന്നു പോയതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫുൾ മൂണിൻ്റെ ഉള്ളിൽ എന്നെടുത്തോളൂ. എനിക്ക് ഒരു സൈക്കിൾ നമുക്ക് എടുക്കാം. കാരണം ഇവിടെ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളിപ്പോൾ വല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ, ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ തന്നെ ചിലപ്പോൾ ഒരു റിന്യൂവൽ വരും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പറയില്ലേ, വേദന സഹിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു പേഴ്സൺ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞ് നമ്മൾ അതിൽ നിൽക്കാതെ വിട്ടുപോകാൻ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പേഴ്സണിന് ചിലപ്പോൾ തിരിച്ചറിവ് വരിക. ഓക്കെ, അവരെന്താ നഷ്ടപ്പെടുന്നതെന്ന് ചിലപ്പോൾ അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ വരാനുള്ള സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഇവിടെ പേജ് ഓഫ് കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കുറച്ച് പേർക്ക് ഒരു ന്യൂ
റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ ഒരു റിന്യൂവൽ ആയിരിക്കാം. ഓക്കെ, വീണ്ടും തുടങ്ങുന്ന പോലെ അങ്ങനെയാവാം. രണ്ട് തരത്തിലുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു പഠിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കൂടിയുണ്ട്. എന്തായാലും ഒരു ന്യൂ സൈക്കിൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അടുത്ത ഫുൾ മൂൺ കണക്കാക്കിക്കോളൂ ഇപ്പോൾ. ഓക്കെ, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാന്ന്. ഐ തിങ്ക് ഫുൾ മൂൺ ആണ് കഴിഞ്ഞത്. ഇനി ഒരു അമാവാസി വരും. അത് കഴിഞ്ഞാൽ അടുത്ത ഫുൾ മൂൺ വരുമ്പോഴേക്കും അപ്പോൾ ഒരു 1 മന്തിൻ്റെ ടൈം പിടിച്ചോളൂ ഓൾമോസ്റ്റ്. ഓക്കെ, യു ആർ ഗുഡ് ഇനഫ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കഴിവുകളുണ്ട്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സ്വയം തിരിച്ചറിയൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, വേറൊരാൾ പറഞ്ഞിട്ടോ വേറൊരാൾ എൻകറേജ് ചെയ്തിട്ടോ ഒന്നും വേണ്ട. നിങ്ങൾ തിരിച്ചറിയൂ. ആരുടെയും അപ്രീസിയേഷൻ കിട്ടണം എന്നില്ല, ആരും ഒന്നും പറയണം എന്നില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ അതിനെ എടുത്ത് യൂസ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച് എന്ന് പറയുന്നുണ്ട്. തീരുമാനങ്ങൾ വരും. യെസ്, കൺക്ലൂഷൻസും ഉണ്ട്, ക്ലൈമാക്സും ഉണ്ട്. രണ്ടും അവസാനം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആ ഡെത്തുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ ഒരു എൻഡ് ഇവിടെ എത്തും എന്നാണ് കാണുന്നത്. ചില എൻഡിങ് വരും, പക്ഷെ ആ എൻഡിങ്ങിന് ശേഷം ഒരു റിന്യൂവലും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. വരാനുള്ളത് ഫേസ് ചെയ്യാൻ തയ്യാറാവാം. ഓക്കെ, ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഇതിങ്ങനെ അത്ര ഒരുപാട് കാലം ഇനി വലിച്ചു നീട്ടാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഒരു തീരുമാനം എടുക്കാൻ. പക്ഷെ എന്നാൽ നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ പേടികളാണ്, നമ്മുടെ ഫിയേഴ്സാണ്. ഞാനും ഒക്കെ ഇത് ഗോ ത്രൂ ചെയ്തിട്ടുള്ള തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വലിയ ഇത് തരുമെന്നല്ല നിങ്ങൾക്ക്. ഞാനും ഇതൊക്കെ ഒരുപാട് ഗോ ത്രൂ ചെയ്തതും അനുഭവിച്ചതും ഇതൊക്കെ കടന്നു പോയിട്ടുള്ളതും ഒക്കെ തന്നെയാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കും നമ്മൾ. എനിക്ക് അങ്ങോട്ട് എത്തിക്കും, യൂണിവേഴ്സ് അവിടെ എത്തിക്കും നിങ്ങളെ. ഡോണ്ട് വറി. എനിക്ക് പക്ഷെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക. നിങ്ങൾ കുറച്ചുകൂടി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, എനിവേ എല്ലാം നല്ലതിലേക്ക് ആവട്ടെ. എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാം നല്ലതിലേക്ക് ആവട്ടെ. നിങ്ങളുടെയൊക്കെ വളരെ നിങ്ങൾക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ് ആയാലും എന്ത് തരത്തിലായാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് വരട്ടെ. അതിനുള്ളതാവട്ടെ ഈ മാറ്റങ്ങൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.